നമ്മൾ വി എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നും രാഹുൽ ഗാന്ധിയുടെ പര്യടനമുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്നിപ്പോൾ പര്യടനമുള്ളത്. നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്, തിരുവമ്പാടി നിയോജക മണ്ഡലങ്ങളിലാണ് പ്രധാനപ്പെട്ട സന്ദർശനമൊക്കെ ഉണ്ടാവുക. ഇന്നിപ്പോൾ ഒട്ടേറെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നില്ല എന്നാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചതിലെ ഹൈലൈറ്റ്. സാധാരണ രീതിയിൽ കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ ആ രീതിയിൽ കടന്നാക്രമിക്കാറില്ല രാഹുൽ ഗാന്ധി. ഇന്നും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതല്ല ഈ ഇന്ത്യ മുന്നണിയുടെ ഈ രാഷ്ട്രീയ ധാർമ്മികതയും മര്യാദയും ഒക്കെ കണക്കിലെടുത്ത് മയപ്പെടുത്തുമോ? എന്താണ് സാധ്യത? ഡോക്ടർ അരുൺകുമാർ, ഇവിടെ CPM കോൺഗ്രസിനെ വല്ലാതെ ആക്രമിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അതായത് BJPയെ നേരിടാൻ കോൺഗ്രസ് അപര്യാപ്തമാണ് എന്ന ഒരു നരേഷൻ സൃഷ്ടിക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നൊക്കെ പറഞ്ഞുള്ളൊരു നരേഷനും CPM സൃഷ്ടിക്കുന്നുണ്ട്. അതിന് വളരെ കൃത്യമായൊരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയെ നേരിടുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ നേരിട്ടൊരു വിമർശനം ഉന്നയിക്കാത്തത്, നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കേരള മോഡൽ എന്ന് ഉയർത്തിക്കാണിക്കുകയും RSSനുള്ള മറുപടിയായി കേരളത്തിൻ്റെ മതമൈത്രി ഉയർത്തിക്കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അബ്ദുറഹീമിന് വേണ്ടി 34 കോടി രൂപ സമാഹരിച്ച കേരളത്തിൻ്റെ നന്മ, അത് RSSനുള്ള മറുപടിയാണ്. RSSന് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള മതമൈത്രിയാണ് കേരളത്തിൻ്റെ മറുപടി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും CPMനെ കടന്നാക്രമിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും എന്നൊരു ബോധ്യം രാഹുൽ ഗാന്ധിക്കുണ്ട്. കാരണം ഇവിടെ BJPയേക്കാൾ കൂടുതൽ CPM ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. BJPയോട് ചേർത്ത് വെച്ച് ആക്രമിക്കുന്നുണ്ട് കോൺഗ്രസിനെ CPM. അതിനൊരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. ഇന്നും രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, കോഴിക്കോട്ടെയും മലപ്പുറത്തെയും ജില്ലകളിൽപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പര്യടനം. തുടക്കം തിരുവമ്പാടി മണ്ഡലത്തിലാണ്, മുക്കത്തെ കൊടിയത്തൂരിലാണ് ആദ്യത്തെ ജനസമ്പർക്ക പരിപാടി. അതിനുശേഷം അദ്ദേഹം മലപ്പുറം ജില്ലയിലുള്ള വിവിധ ജനസമ്പർക്ക പരിപാടികളിൽ പങ്കെടുക്കും. വൈകിട്ടോടുകൂടി അദ്ദേഹം തിരിച്ചു പോകും. ഇന്നലെ രാവിലെ 10:15 ആദ്യത്തെ പരിപാടി സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങിയത്. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് വലിയ മഹാറാലി, UDFൻ്റെ റാലി സംഘടിപ്പിച്ചു. വലിയ ആൾക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നതെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ താരപ്രചാരകനായി തന്നെയാണ് വന്നിറങ്ങുന്നത്.